ചായ എടുത്ത് കുടിക്കുമോനെ. അയ്യോ അമ്മ വന്നില്ലയോ കൂടെ? അവളങ്ങ് UK വന്നിട്ട് പോയിട്ട് 6 മാസമേ ആയത്. മോളെടുത്ത അവള്. ഞാനും വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇവൻ എവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. കുറച്ച് പമ്പുണ്ട്, കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, കുറച്ച് വസ്തുക്കളൊക്കെ കിടപ്പുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഇവനെ തന്നെ നോക്കി നടത്തുന്നത്. ഇവനല്ലാതെ വേറെ ആരും ഇല്ല ഇവിടെ. ഞാനങ്ങ് അവിടെ അങ്ങാണല്ലോ. മോൾ അവിടെ അല്ലയോ? ആ മോളെ കൂടെ അവിടെ. എന്റെ പൊന്നു പെണ്ണെ, നിന്നോട് ഞാൻ എപ്പോഴേ പറഞ്ഞല്ലോ ഒരുങ്ങാനാ. നീ ഇതുവരെ ഒരുങ്ങിയില്ലയോ? ഓ എടി, ആ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് ഇച്ചിരി ആ ചുണ്ടലോട്ടൊക്കെ ഒന്ന് തേര്. ഓ നീ ഒന്ന് വൃത്തിയായിട്ട് ഒരുങ്ങി ചെന്ന് ആ ചെറുക്കന്റെ മുന്നിൽ നിന്നാലേ ആ ചെറുക്കൻ വീഴത്തുള്ളു. അവനെ വീഴ്ത്തണപടി നല്ല പൂത്ത കാശുള്ള ആൾക്കാരാ. ഞാൻ അമ്മയോട് എന്തോ പറഞ്ഞേ? എനിക്കിപ്പഴേ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, നീ ഇപ്പഴേ കല്യാണം കഴിക്കാൻ നിന്റെ കുഞ്ഞണ്ണനെ പോലെ നീ സന്യസിക്കാനിരിക്കുവാണോ? എടി ഞാൻ പറയുന്ന നീ കേക്ക്. എടി അപ്പുറത്തെ ലതയും അമ്മിണിയൊക്കെ ഒന്ന് കാണട്ടടി. എനിക്ക് അവരുടെയൊക്കെ മുന്നിലൊന്ന് ഞെളിഞ്ഞ് നിൽക്കാനുള്ളൊരു അവസരമാടി. നല്ല കാശുള്ളൊരു ചെറുക്കനാ. അവനെ കാണാൻ ഇച്ചിരി വണ്ണം കൂടുതലാണെങ്കിലും നല്ല സുന്ദരനാടി. അഴകുള്ള ചട്ടയ്ക്കകത്ത് ചോള കാണത്തില്ല പെണ്ണെ. നീ ഞാൻ പറയുന്ന കേക്ക്. പറ്റുവാണ് തരത്തിൽ അവന്റെ നമ്പരൊക്കെ അങ്ങ് മേടിച്ചേട്. നീ ഒന്ന് വാ. ഈ മോന്തെ വീർപ്പിച്ചോണ്ട് വരാനല്ല പറഞ്ഞത്. നന്നായിട്ട് ചിരിച്ച് അവനെ നമ്മളിങ്ങനെ ഒന്ന് വീഴ്ത്തണം. ആ രീതിക്ക് വാ. ഒന്ന് എഴുതിയിട്ട് വാ പെണ്ണെ, വാ. ഇതാ നിങ്ങൾ കാണാൻ വന്നേ എൻ്റെ മോള് മീനൂട്ടി. മീനൂന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കും. എനിക്ക് 3 മക്കളാ. അദ്ദേഹം അങ്ങ് ദുബായിലാ. ഒരു വലിയ കാറ്ററിങ്ങിന്റെ ഒക്കെ മുതലാളിയായിട്ട് വർക്ക് ചെയ്യുക. ഒരു 10-15 തൊഴിലാളികളൊക്കെ ഉണ്ട് അച്ഛന്റെ കീഴിലേ. മൂത്തവൻ അങ്ങ് എവിടാടാ? ഖത്തറില. അവനും അവന്റെ ഭാര്യയും കുഞ്ഞും എല്ലാം ഖത്തറില. അവന് ഷെയ്ഖിന്റെ അണ്ടറില അവൻ ജോലി ചെയ്യുന്നതേ. ഒരു വലിയ ഷെയ്ഖിന്റെ അണ്ടറില. ഷെയ്ഖിന് അവന് ഭയങ്കര കാര്യമാ. അയ്യോ, രാജേഷ് ഇല്ലാതെ പറ്റത്തില്ല ഷെയ്ഖിന്. പിന്നെ ഇവൻ ഇവിടെ നാട്ടിൽ ജിമ്മ് നടത്തുക. ജിമ്മ് നടത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ നമ്മള് വെറുതെ പെണ്ണാലോചിച്ചൊക്കെ വരുമ്പോൾ ജോലിയൊന്നും ഇല്ല, വെറുതെ നിൽക്കുവാന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു ഇതല്ലയോ. അതുകൊണ്ടാ ഇങ്ങനൊക്കെ പോണം. അല്ല, പെണ്ണിനെ കണ്ട് നിങ്ങൾക്ക് എന്തായാലും സംസാരിക്കാനൊക്കെ കാണത്തില്ലയോ മോനെ? എന്തായാലും ചോദിക്കാൻ പറയൊക്കെ ചെയ്യ്. എടാ ഒച്ചപ്പോ അവിടെ വെക്കടോ. നിനക്കുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ടോ അവിടെ? അല്ല, പിള്ളേർക്ക് എന്തേലും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ പറയാൻ അപ്പുറത്തൊന്നും ഇല്ല. പിന്നെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു നാണം ഉണ്ടല്ലോ, അത് അവന്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ബ്രോക്കറോട് ഞങ്ങളെല്ലാം പറഞ്ഞേക്കാം. എന്നാ ശരിയാണ്, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ രണ്ടുപേരും. മഴയൊക്കെ വരുന്നുണ്ട്. എടി, ഞാൻ നമ്പർ മേടിക്കാനാ. ഓ എന്റെ ദൈവം, എടി ഞാൻ ചെറുക്കന്റെ നമ്പർ മേടിക്കാൻ. ഇങ്ങനെ ഒരു പഴം പിടിച്ച പെണ്ണ് ഞാൻ മേടിച്ചോളാം. എടാ മോനെ, ആ കുഞ്ഞിന്റെ നമ്പർ ഒന്ന് മേടിയടാ. 6282 388 302. അല്ലേ ഇറങ്ങട്ടെ? ശരി മോനെ. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. വേണ്ടേ, ചെറുക്കന്റെ നമ്പർ അമ്മ മേടിച്ചിട്ടുണ്ട്. ഇനി നിന്റെ മിടുക്ക് പോലെ ഇരിക്കും ആ ചെറുക്കൻ ഈ വീട്ടിൽ വരുന്നത്. വേണ്ടേ, രാത്രിയിലൊക്കെ വിളിച്ച് വിളിച്ച് ആ ചെറുക്കനെ സോപ്പിട്ട് നീ കയ്യിലെടുക്കണം. എന്നിട്ട് വേണം, ദൈവമേ എന്തോ കാശുകാരാ ഈ ഓനപ്പാറ അമ്മിണിയമ്മയ്ക്ക് ഒരു വിലസണം. എടി, നിന്നോട് പറയുന്നതല്ല നിന്റെ ചെവി കേൾക്കുന്നുണ്ടോ? എന്തോന്ന് കോ വേണ്ടേ, ആ ചെറുക്കൻ എന്റെ മരുമകനായിട്ട് ഈ വീട്ടിൽ വരണം. അതെന്റെ പൊന്നുമോടെ മിടുക്കുപോലിരിക്കും. അയ്യോ, നമ്മുടെ സുന്ദരിയാ.